there is nothing permanent except change. മാറ്റങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടുകളും സാമൂഹിക അവസ്ഥകളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പ് നാം ജീവിച്ചിരുന്ന ചുറ്റുപാടിലല്ല ഇന്ന് നാം ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ അവസ്ഥകളും മാറി, ഇല്ലേ? അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും ഒത്തിരി അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. പക്ഷേ അവരുടെ വാക്കുകൾ നമ്മെ വളരെ പ്രചോദനം നൽകുന്നതാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അനുഭവങ്ങളാൽ നമ്മൾ ഓരോരുത്തരും സമ്പന്നരാണ്. കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച അപ്പോസ്തലന്മാർ കടന്നുപോയ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു വെക്കുന്ന അവരുടെ ജീവിതാനുഭവങ്ങളെ ഓടിച്ചു പറഞ്ഞാൽ അവർ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരായിരുന്നു. അവർ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ചവരായിരുന്നു. സകല രീതിയിലും ഉപദ്രവം അനുഭവിച്ചവരായിരുന്നു. അവർ വീണ് കിടക്കുന്നവരായിരുന്നു. പക്ഷേ അതിലൊക്കെയും അവർ നശിച്ചു പോകാതെ യേശുവിന്റെ ജീവൻ അവരുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം അവർ ശരീരത്തിൽ എപ്പോഴും വഹിച്ചു. അവർ പറയുന്നൊരു വാക്കുണ്ട്, അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം ലഘുവാണ്, നൊടി നേരത്തേക്കുള്ളതാണ്, ഒരു നിമിഷ നേരത്തേക്കുള്ളത് മാത്രമാണ്. അങ്ങനെ തോന്നാൻ കാരണം അവർക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ ത്രാസിൽ വെച്ച് ഇന്നത്തെ കഷ്ടതകൾ തൂക്കി നോക്കുമ്പോൾ ഒന്നുമല്ല. അവരുടെ 3 പ്രത്യേകതകൾ നമുക്ക് കാണാം. ഒന്ന്, അവർ ഈ കാണുന്നതിൽ ഫോക്കസ്ഡ് അല്ല. വിസിബിൾ ആയിട്ടുള്ള ഇന്ന് ദൃശ്യമായ സാഹചര്യങ്ങളിൽ അവർ ഫോക്കസ്ഡ് അല്ല. 2, അവർ കാണാത്തതിനെ എന്തിനെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാണാത്തതിനെ കാണുന്നവരാണ്. 3, അവർ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം, അവരുടെ ഫോക്കസ് മാറുന്നില്ല. അവർ കണ്ട നിത്യതയുടെ ദർശനത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ അവർ മാറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്നവർ പറഞ്ഞവസാനിപ്പിക്കുന്ന വാക്കാണ്, ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണ്, പക്ഷേ കാണാത്തതോ നിത്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, ഇന്ന് ഒത്തിരി പ്രശ്നങ്ങളുടെ മുമ്പിലാണോ നമ്മൾ നിൽക്കുന്നത്? ഇന്ന് നമ്മുടെ കണ്ണിൻ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് അസാധ്യതകളും നിരാശകളുടെ സാഹചര്യങ്ങളുമാണോ? പക്ഷേ വചനം പറയുന്ന സത്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് കാണുന്നതെല്ലാം, ഈ കാണുന്ന പ്രശ്നം, ഈ കാണുന്ന രോഗം, ഈ കാണുന്ന ദുഃഖം, അത് താൽക്കാലികമാണ്. നമ്മൾ കാണാത്ത നിത്യമായ ഒരു ഭവനം കർത്താവ് നമുക്ക് ഒരുക്കുന്നുണ്ട്. ഇന്നത്തെ കഷ്ടതകളിൽ നിരാശപ്പെടാതെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ പറിച്ചെടുക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയിലേക്ക് നമ്മുടെ ഫോക്കസ് നമുക്ക് തിരിക്കാം. അത് നിത്യമാണ്, അത് നിലനിൽക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.